അമേരിക്ക ഇറാൻ സംഘർഷം കൊടുമ്പിരി കൊണ്ട് ഇരിക്കുമ്പോൾ യമനിലെ ഹൂതികളുടെ രംഗപ്രവേശനത്തിന് കാത്തിരിക്കുകയാണ് ഇറാൻ അനുകൂലികൾ. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തന്റെ ആവനാഴിയിലെ മുഴുവൻ അസ്ത്രങ്ങളും പ്രയോഗിച്ചിട്ടും തോൽപ്പിക്കാൻ കഴിയാത്ത വിഭാഗമാണ് യമനിലെ ഹൂതികൾ. ഒടുവിൽ കോംപ്രമൈസ് പേപ്പറിൽ ഒപ്പുവെച്ചാണ് പണ്ട് ട്രംപ് തലയൂരിയത്. കഴിഞ്ഞ വർഷം മാർച്ച് മുതൽ മെയ് വരെ ഹൂതികൾക്കെതിരെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടത്തിയ ഓപ്പറേഷൻ റഫ് റൈഡർ ഒരു വമ്പൻ പരാജയമായിരുന്നു. ഗാസ യുദ്ധത്തെ തുടർന്ന് ഇസ്രായേലിന് നിരന്തരം തലവേദന സൃഷ്ടിച്ച ഹൂതികളെ പിടിച്ചു കെട്ടുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു ആ ഓപ്പറേഷൻ നടത്തിയത്. ചെങ്കടലിൽ കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായി ഹൂതികൾ അരങ്ങുവാണ കാലത്താണ് അവരെ കീഴ്പ്പെടുത്താൻ പടക്കപ്പലുമായി അമേരിക്ക ഇറങ്ങിയത്. അതിശക്തമായ സൈനിക നീക്കം തന്നെ ട്രംപ് നടത്തിയെങ്കിലും വലിയ തിരിച്ചടിയായിരുന്നു ഫലം. അതിനു മുൻപ് അമേരിക്കയും ബ്രിട്ടനും സംയുക്തമായി ചെങ്കടലിൽ ഹൂതികൾക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിട്ട് പിന്നീട് പിന്മാറിയ സംഭവമുണ്ട്. ഹൂതി കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടും ഹൂതികളുടെ മിസൈൽ ശേഷി തകർക്കാൻ അവർക്കാർക്കും കഴിഞ്ഞില്ല. അതേസമയം ഇറാൻ ഇന്ന് അമേരിക്കയും ഇറാനുമായി കൊമ്പ് കോർക്കുമ്പോൾ ഈ ഹൂതികൾ എവിടെ എന്ന ചോദ്യമാണ് ബാക്കി നിൽക്കുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ അതിശക്തമായ സൈനിക നീക്കം നടത്തുമ്പോൾ ഇറാന്റെ സഖ്യകക്ഷികളായ യമനിലെ ഹൂതികൾ ഇതുവരെ നേരിട്ടുള്ള യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് ചെയ്യുന്നത്. ഹൂതികളുടേത് തന്ത്രപരമായ പിന്മാറ്റമാണെന്നും തിരശീലയ്ക്ക് പിന്നിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് നടത്തുന്നതെന്നുമുള്ള വിലയിരുത്തൽ ഒരു ഭാഗത്തുണ്ട്. അമേരിക്ക $100 കോടി ചെലവാക്കിയിട്ടും രക്ഷയില്ലാതെ വന്നതോടെ ഒമാന്റെ മധ്യസ്ഥതയിൽ 2025 മെയ് 6 ട്രംപ് ഹൂതികളുമായി വെടിനിർത്തൽ കരാറിൽ ഒപ്പിട്ട് പിന്മാറുകയും ചെയ്തു. കരാർ പ്രകാരം അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കുന്നത് ഹൂതികൾ നിർത്തിവെച്ചു. ട്രംപ് ഇത് തന്റെ വിജയമാണെന്ന രീതിയിൽ സമൂഹ മാധ്യമങ്ങളിൽ അക്ഷരങ്ങൾ നിരത്തിയെങ്കിലും സത്യം മറ്റൊന്നായിരുന്നു. ഹൂതികളുടെ മിസൈൽ ആക്രമണത്തിന് മുന്നിൽ പകച്ചുപോയ അമേരിക്ക പിന്നീടാണ് കോംപ്രമൈസ് ഷീറ്റിൽ ഒപ്പുവെച്ച് പിന്മാറിയത്. അങ്ങനെ അതിശക്തമായ ഹൂതികൾ എന്തുകൊണ്ട് ഇത്രയും നിർണായകമായ ഒരു ഘട്ടത്തിൽ തങ്ങളുടെ ഏറ്റവും വലിയ രക്ഷാകർത്താക്കൾ പ്രതിസന്ധിയിലാകുമ്പോൾ മൗനത്തിൽ ആണ്ടുകിടക്കുന്നു എന്നത് തന്നെയാണ് പ്രസക്തമായ ചോദ്യം. ഇതൊരു തന്ത്രപരമായ പിന്നോട്ടുവലിയാണെന്നതാണ് വാസ്തവം. അൽ ജസീറ ചാനൽ നൽകുന്ന വാർത്തകൾ പ്രകാരം ഹൂതികൾ ഇപ്പോൾ പുലർത്തുന്ന സംയമനം യുദ്ധത്തിന്റെ ഗതി നിരീക്ഷിക്കാനുള്ള സമയമെടുക്കൽ മാത്രമാണ്. ഇറാൻ പൂർണ്ണമായും പരാജയപ്പെടുകയോ പ്രതിസന്ധിയിലാകുകയോ ചെയ്യുന്ന സാഹചര്യം വന്നാൽ മാത്രമേ ഇടപെടുക എന്നൊരു തന്ത്രം അവർ മുന്നിൽ കാണുന്നുണ്ട്. ഒരുപക്ഷെ ഇറാനും അത്തരമൊരു സന്ദേശം ഹൂതി നേതാക്കൾക്ക് കൈമാറിയിട്ടുണ്ടാകണം. ലബനാനിലെ നിഴൽ സഖ്യമായ ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ ഇടവേളയ്ക്ക് ശേഷം ആക്രമണം പുനരാരംഭിച്ചിട്ടുണ്ട്. ചെറു സംഘങ്ങളായതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ശക്തമായി തിരിച്ചടിക്കാനിടയുള്ളതിനാൽ അവരെ ആത്മഹത്യക്ക് ഇട്ടുകൊടുക്കേണ്ടതുണ്ടെന്ന നിലപാട് ഇറാനും സ്വീകരിക്കാനിടയുണ്ട്. ഇതോടൊപ്പം അമേരിക്കയുമായുള്ള വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്നതിനാൽ അത് ലംഘിച്ച് വീണ്ടും ആക്രമണത്തിന് മുതിരുന്നത് ഗുണകരമാകില്ല എന്ന് ഹൂതി നേതൃത്വവും കരുതുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകളെ ആക്രമിക്കില്ല എന്ന് കരാറുണ്ടെങ്കിലും ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്കെതിരെ തങ്ങൾ ആക്രമണം തുടരുമെന്ന് ഹൂതികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ചെങ്കടലിലെ ചരക്കു നീക്കം തടയുക എന്നതാണ് ഹൂതികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധം. അപ്പുറത്ത് ഹോർമുസ് ഇറാൻ അടച്ചുപൂട്ടുന്നതിനൊപ്പം ബാബ് അൽ മന്ദബ് കടലിടുക്ക് ഹൂതികൾ കൂടി അടച്ചാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കുന്ന കാര്യമാണ്. അവസാനമായി അത്തരമൊരു ആയുധം ഇറക്കുക എന്ന പദ്ധതിയും ഇറാനും ഹൂതികളും മുന്നിൽ കാണുന്നുണ്ട്. എന്നാൽ മൂന്നാമതായി ഒരു അതിജീവന പ്രശ്നം കൂടി നിലനിൽക്കുന്നുണ്ട്. ഹൂതികളുടെ ഇപ്പോഴത്തെ മുൻഗണന ഇറാന്റെ സംരക്ഷണമല്ല, മറിച്ച് യമനിൽ തങ്ങൾ കൈവരിച്ച അധികാരം നിലനിർത്തുക എന്നതാണെന്നാണ് ഇസ്രായേൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസ് നിരീക്ഷിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന ഉപദേശങ്ങളും അമേരിക്കൻ ബ്രിട്ടീഷ് സഖ്യത്തിന്റെ മുൻപത്തെ വ്യോമാക്രമണങ്ങളും യമനിലെ സമ്പദ് വ്യവസ്ഥയെ തകർത്തിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ പുതിയൊരു യുദ്ധം കൂടി ഏറ്റെടുക്കുന്നത് തങ്ങളുടെ ഭരണകൂടത്തെ തന്നെ അപകടത്തിലാക്കുമെന്ന് അവർ ഭയപ്പെടുന്നുണ്ട്. ഇതായിരിക്കാം തൽക്കാലം അവരെ പിന്നോട്ടടിക്കുന്ന ഘടകം. എന്തായാലും ട്രംപിന്റെ പേടി സ്വപ്നമായ ഹൂതികളുടെ രംഗപ്രവേശനത്തിനായി കാത്തിരിക്കുകയാണ് അമേരിക്ക വിരുദ്ധ ചേരി.